ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പെരുന്നാൾ, എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. അവ്യൂ ഒരു ഹായ് പറഞ്ഞ. ഹായ്. അപ്പൊ ഇത് പെരുന്നാളാണ്, എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. ഞങ്ങളെല്ലാവരും ലീവായതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും പുറത്തേക്ക് പോകാമെന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം വെറൈറ്റി ആയിട്ട് എവിടെയും ഇതുവരെ പോയിട്ടില്ലാത്തൊരു സ്ഥലത്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് മാടായിപ്പാറ എന്ന സ്ഥലത്തേക്കാണ്. കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ്, പക്ഷെ നമ്മൾ ഇതുവരെ ആരും പോയിട്ടില്ല. നമുക്ക് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്, ഒരു 33 കിലോമീറ്റർ സംതിങ് ആണ് മാപ്പ് നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ മാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഒരുപാട് വൈകിപ്പോയി. ഞങ്ങൾ ബക്രീദ് ദിവസമാണ് പുറത്തേക്ക് പോയത് കറങ്ങാനായിട്ട്. അപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന വഴി എന്ന് പറയുന്നത് ഞാൻ ഓഫീസിലേക്ക് പോകുന്ന വഴിയാണ്. നല്ല കുന്നും മലയൊക്കെ ഇറങ്ങി കയറിയിട്ടൊക്കെ വേണം നമുക്ക് പോകാനായിട്ട്. രാവിലെ നല്ല മഴക്കാറായിരുന്നു, അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല. ഇപ്പം മോശമില്ലാത്ത നല്ലൊരു ക്ലൈമറ്റ് ആണ്. മഴ പെയ്യില്ല എന്ന് വിചാരിക്കുന്നു. മഴ പെയ്താലും അടിപൊളിയായിരിക്കും. നല്ല കാർമേഘം മൂടി നിൽക്കുന്നുണ്ട്. നമ്മുടെ പുഴയുടെ മുകളിലെത്തിയപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. വീണ്ടും ഒരു പുഴയും കൂടി കിടക്കാനുണ്ടായിരുന്നു. പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു. മഴ പെയ്തതുകൊണ്ട് തന്നെ മൊത്തം പച്ചപ്പായിരുന്നു. അതുപോലെ വയലുകളിലൊക്കെ ഞാറുനടൽ പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് നിരനിരയായി നിന്ന് ഞാറ് നടുന്നതും ഒക്കെ കാണാൻ പറ്റി. ഇത് തളിപ്പറമ്പെന്ന് മാടായിപ്പാറയിലേക്ക് പോകുന്നൊരു റൂട്ടിലായിട്ടാണ്. വയലൊക്കെ ഒരുപാട് ദൂരം വ്യാപിച്ച് നിൽക്കുന്നുണ്ട്. കുറേ സ്ഥലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. വയലിൻ്റെ കരയിലായിട്ട് തന്നെ നമ്മൾ ദൂരെ ഒരു ഫാക്ടറി പോലെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് അതൊരു അവിൽ മില്ലാണ്. രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. ഇന്ന് ബക്രീദ് ദിവസം ആയതുകൊണ്ട് തന്നെ ഹോട്ടലൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊരു ബേക്കറിയിൽ കയറിയിട്ട് ഫ്രഷ് പഫ്സും അതുപോലെ ബർഗർ, സാൻഡ്വിച്ച് അങ്ങനെ കുറച്ച് ഐറ്റംസാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ മാടായിൽ എത്തിയിട്ടുണ്ട്. അവിടെ എൻ്റെ മാടായി എന്നൊരു സൈൻ ബോർഡൊക്കെ കണ്ടു. അവിടെ വേണമെങ്കിൽ ഇറങ്ങിയിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ ഇതാണ് മാടായിപ്പാറയുടെ ഒരു എൻട്രൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരുപാട് ദൂരം വ്യാപിച്ചിട്ട് മാടായിപ്പാറയാണ്. ഇവിടെ തന്നെ നമുക്ക് മാടായിക്കാവ്, അതുപോലെ തന്നെ മറ്റ് 1-2 ക്ഷേത്രങ്ങളും കൂടി കാണാനായിട്ടുണ്ട്. അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ബക്രീദ് ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ദൂരത്ത് മരങ്ങളൊന്നും ഇല്ലാതെ നിരപ്പായൊരു പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ റോഡ് കാണാൻ അടിപൊളിയാണ്. നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളി സ്പോട്ടാണ്. ഇന്നത്തെ ക്ലൈമറ്റും അതേപോലത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ആകാശത്ത് മേഘങ്ങളും കാർമേഘങ്ങളും ഒക്കെ മിക്സ് ആയിട്ട് നിന്നിട്ട് അടിപൊളി വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന റോഡ്, സൈഡിലേക്കൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു റോഡ്സ് ഉണ്ട് ഉള്ളിലോട്ട് പോയി നോക്കാനായിട്ട്. മഴക്കാലമായതുകൊണ്ട് തന്നെ ഈ സമയം ഒരു പച്ചപ്പൊക്കെ അണിഞ്ഞ് നിൽക്കുകയാണ് മാടായിപ്പാറ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ സീസണിലും ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു അടിപൊളി കാഴ്ചകളാണ് നമുക്ക് ഒരുക്കി തരിക. കാരണം മഴക്കാലമാകുമ്പോൾ പച്ച കളറായിരിക്കും, വേനൽക്കാലത്ത് മൊത്തം ഗോൾഡൻ കളറിൽ ഉണങ്ങിയ പുല്ലുകളൊക്കെ ആയിട്ട് അതും വേറെ തന്നെ ഒരു വൈബാണ്. ഇനി നമുക്ക് ഓണക്കാലമാകുമ്പോഴേക്കും ഇവിടുത്തെ കാക്കപ്പൂക്കളാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ഇവിടെ മൊത്തം കാക്കപ്പൂക്കൾ വിരിഞ്ഞ് നിന്നിട്ട് കാണാൻ അടിപൊളിയായിരിക്കും. മൊത്തം നീല പൊതച്ച പോലെയാണ് ഉണ്ടാകുക. നമ്മളൊരു ഉച്ച സമയം എത്തിയതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. കാർമേഘങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ആ സമയത്ത് കുറച്ച് തെളിച്ചുള്ളൊരു ആകാശമായിരുന്നു. അതുകൊണ്ട് നല്ല വെയിലായിരുന്നു. കുട്ടികൾക്കൊക്കെ ഓടി നടന്ന് കളിക്കാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ അങ്ങിങ്ങായിട്ട് സാമൂഹ്യ ദ്രോഹികളെന്ന് പറയാം, അവർ കുപ്പികളൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഈ ഒരു വിജനമായ സൈഡിലോട്ടൊക്കെയാണ് അങ്ങനെ കൂടുതലുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടൊക്കെ നടക്കുക, ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാതിരിക്കുക. കാരണം ഒരുപാട് പേര് വന്നിട്ട് കാണുന്ന പ്രകൃതി മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ വികൃതമാക്കാതിരിക്കുക. അപ്പോൾ അവിടെയായിട്ട് മഴ പെയ്തതുകൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തടാകം പോലെയൊക്കെ കുഞ്ഞു കുഞ്ഞു സ്പോട്ട്സ് ഉണ്ട്. അതൊക്കെ നല്ലൊരു കാഴ്ചയാണ്. അവിടെ തന്നെയുള്ളൊരു ക്ഷേത്രമാണ് വടുകുന്ത ശിവക്ഷേത്രം. അപ്പോൾ ഇതാണ് ഒരു റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഇതിന് അടുത്തായിട്ട് തന്നെ ഒരു അടിപൊളി കുളം പോലെയൊക്കെ ഉണ്ട്. മഴ പെയ്തതുകൊണ്ട് ഇവിടെ റോഡ് സൈഡിൽ ചളിയൊക്കെ ഉണ്ട്. ഈ സൈഡൊക്കെ നല്ല പച്ചപ്പാണ്. നല്ല വെയിലാണെങ്കിൽ കൂടി ആ സമയത്ത് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നല്ല കാറ്റും അടിപൊളി ഫീലായിരിക്കും. ഈ ശിവക്ഷേത്രത്തിൻ്റെ ആ സൈഡിലോട്ടായിട്ട് നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് പോവാണ്. കുട്ടികളെയൊന്നും കൂട്ടിയില്ല, കാരണം അവിടെയൊക്കെ അത്ര സേഫ് അല്ല, ഒരു ക്ലിഫ് പോലെയൊക്കെയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അവരെ കൂട്ടിയില്ല, അവരെ വണ്ടിയിലാക്കിയിട്ട് നമ്മൾ പോവാണ്. ചൂടൊന്നും അറിയുന്നില്ല, വെയിലും മഴയും ഒരുമിച്ചുണ്ട്. നല്ല അടിപൊളിയാണ്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പായിട്ടുണ്ട് ഇവിടെയൊക്കെ.
അവിടെ എത്തിയപ്പോഴും കണ്ടതെന്ന് വെച്ചാൽ പാറയൊക്കെ ഇങ്ങനെ വിള്ളൽ വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മഞ്ഞുമൽ ബോയ് സിനിമ ഓർമ്മ വന്നു. നല്ല ഗ്യാപ്പുണ്ട്, താഴോട്ടേക്ക് നല്ല ഇറക്കത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ സൂക്ഷിക്കുക. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ആ ഒരു സൈഡ് എന്ന് വെച്ചാൽ ഏഴിമലയാണെന്ന് തോന്നുന്നു. അങ്ങേ മലയിൽ മഴ പെയ്യുന്നൊരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ഫീലായിരുന്നു. ഇവിടെ ഇപ്പോൾ ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്തു തുടങ്ങിയിട്ടില്ലല്ലോ. അങ്ങോട്ട് ആ മലയിൽ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ആ കാണുന്നത് കടലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കടൽ കാണാൻ പറ്റും. അങ്ങേ സൈഡിൽ മലയും കാണാൻ പറ്റുന്നുണ്ട്. മൂടൽ മഞ്ഞ് പോലെയൊക്കെ ഉണ്ട്. ഏഴിമലയാണെന്ന് തോന്നിയത്. അപ്പോൾ ഏഴിമലയും ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെയാണത്. ശിവക്ഷേത്രത്തിനടുത്തായിട്ട് തന്നെ അങ്ങോട്ട് ദൂരെ മാറിയിട്ടൊരു കുഞ്ഞ് സ്പോട്ടുണ്ട്. ഇത് നാഗത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. ചെറിയൊരു മതിൽക്കെട്ട് പോലെയൊക്കെ വെച്ചിട്ട് ശരിക്കും നല്ലൊരു നാച്ചുറൽ ഫീൽ. മഴ പെയ്തതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഓടി വണ്ടിയിൽ കയറി. കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അധികം നമുക്ക് മഴയത്ത് നിൽക്കാൻ പറ്റില്ല. മഴയൊക്കെ പെയ്യുമ്പോൾ ശരിക്കും നല്ല കാറ്റാണ്, തണുപ്പാണ്. നിങ്ങൾ ഒരുപാട് പേര് ഇപ്പം എവിടെയും പോകാൻ പറ്റാണ്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ടാവും എന്നറിയാം. എക്സാം ടൈമൊക്കെയാണ്. ആ സമയത്ത് നമ്മൾ മാക്സിമം വീട്ടിൽ തന്നെ ഇരുന്ന് അല്ലെങ്കിൽ ക്ലാസ്സിന് പോകുന്നവർ അങ്ങനെ പോയിട്ട് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനും അങ്ങനെ തന്നെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പറ്റുന്നത്ര മാക്സിമം നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പോവുക, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ എത്രത്തോളം ഇഷ്ടപ്പെട്ട് പഠിക്കുന്നോ അതിൻ്റെയൊക്കെ റിസൾട്ടാണ് നിങ്ങൾക്ക് പിന്നീട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ മോട്ടിവേഷൻ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു മടുപ്പൊക്കെ തോന്നുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, പിന്നീട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു സമയം മാത്രമേ നമുക്ക് കഷ്ടപ്പാടായിട്ടുള്ളൂ, പിന്നീട് അതിൻ്റെയൊക്കെ റിസൾട്ട് വലുതാണ്. മാടായിപ്പാറയിൽ വന്നു കഴിഞ്ഞാൽ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലമാണ് മാടായി കാവ്. ഒരുപാട് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ മാടായിപ്പാറയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പണ്ട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. അതേപോലെ തന്നെ ഇവിടെ മാടായി കോട്ട, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരു കുഞ്ഞ് കിണർ, അങ്ങനെ ഏതെല്ലോ ഏരിയയിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ഞങ്ങൾ എല്ലാ സ്ഥലത്തൊന്നും പോയിട്ടില്ല, മഴ ആയതുകൊണ്ട് തന്നെ. പിന്നെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് മാടായിക്കാവ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. അപ്പോൾ കുട്ടികൾക്ക് ഇവിടെ പ്രത്യേകിച്ച് അത്ര എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെയും കൂട്ടിയിട്ട് വയലപ്ര ഫ്ലോട്ടിംഗ് പാർക്കിലേക്കാണ് പോകുന്നത്. ഇതും കണ്ണൂർ ജില്ലയിൽ പ്രശസ്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പോട്ടാണ്. കായലിന് നടുവിലായിട്ട് മരപ്പലക കൊണ്ട് നമുക്ക് നടക്കാനായിട്ടുള്ള സ്ഥലവും അതിനുശേഷം അതിനപ്പുറത്ത് കുട്ടികൾക്കുള്ളതും മുതിർന്നവർക്കും എല്ലാവർക്കും പറ്റിയ ഫൺ ഗെയിംസും കാര്യങ്ങളൊക്കെയുള്ള സ്പോട്ടാണ്. അപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം, ഫുഡ് കഴിക്കാം, ജ്യൂസസ് കുടിക്കാം, എന്ത് വേണമെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ. അതിന് കൂടെ തന്നെ നമുക്ക് ബോട്ടിംഗ് ഒക്കെ അവൈലബിൾ ആണ്. ഫാമിലി ബോട്ട്, പാർട്ടി ബോട്ട്, പെഡൽ ബോട്ട്, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് ഇവിടെ. നമ്മൾ നടക്കുന്ന മരപ്പലകൾക്കിടയിലൂടെ നമുക്ക് ശരിക്കും വെള്ളം കാണാൻ പറ്റും, കായൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നടക്കാൻ പേടിയായിരുന്നു. വീണു എന്നിട്ട് അവർ എല്ലാവരും എടുക്കാനാണ് പറയുന്നത്. കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്നിട്ട് നമുക്ക് ഫുഡും സ്നാക്സൊക്കെ കഴിക്കാനുള്ള സ്പോട്ടാണ് ഇതൊക്കെ. അപ്പം അങ്ങറ്റത്തായിട്ട് ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. ഐ ലവ് വിപ്ര പാർക്ക്. അവിടെ ഒരു കുഞ്ഞു മല പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൽ കൂടി വെള്ളച്ചാട്ടം പോലെ സെറ്റപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ അതുണ്ടായിരുന്നില്ല.
ഉണ്ടാവില്ല അല്ലേ? എല്ലാവർക്കും നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ഹോട്ടലും ഒന്നും അങ്ങനെ തുറന്നിട്ടില്ല. അപ്പോൾ ചിക്കീസിൽ കയറി. പക്ഷേ ഫ്രൈഡ് ചിക്കനൊന്നും വാങ്ങിച്ചില്ല. കുട്ടികൾക്ക് ഫ്രഞ്ച് ഫ്രൈസൊക്കെ വാങ്ങിക്കൊടുത്തു. പോകുന്ന വഴിക്ക് നമ്മൾ റെസ്റ്റോറൻറ്റ്സൊക്കെ നോക്കിയെങ്കിലും ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വീട്ടിലെത്തിയിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. അങ്ങനെ നമ്മളെ വീട്ടിലെത്തി. പെരുന്നാളായതുകൊണ്ട് പിന്നെ നമ്മളെ ബസ്സിലെ ചങ്ങായി നമുക്ക് ബിരിയാണി കൊടുത്തതിനു അതൊക്കെ കഴിച്ചു. ഓക്കേ ബൈ.